ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഇനെ പറ്റിയാണ്. ഗ്രൂപ്പ് ഇ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് എനിക്ക് മോസ്റ്റ് ഓഫ് ദ മാച്ചസ് കാണണമെന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പാണ്. കാര്യം ഇതിനകത്ത് രണ്ട് കറുത്ത കുതിരകളുണ്ട്. പേഴ്സണലി മൈ ഫേവറേറ്റ്സ്, അതായത് നന്നായിട്ട് കളിച്ച് കാണണമെന്ന് തോന്നുന്ന രണ്ട് ടീമുകളും. ദെൻ ഐ ഹാവ് ജർമ്മനി. ജർമ്മനി ഇസ് ദ ബിഗസ്റ്റ് നെയിം ഇൻ ദിസ് ഗ്രൂപ്പ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ജർമ്മൻ ഫാൻസ് ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. വേൾഡ് കപ്പ് 4 തവണ അടിച്ച ഒരു ടീമാണ്. 5 തവണ അടിച്ച ബ്രസീൽ മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പം അത് ഇത്തവണ ഈക്വൽ ആക്കാനായിരിക്കും ജർമ്മനി നോക്കുന്നത്. ജർമ്മനിയുടെ 2014 വേൾഡ് കപ്പിന് ശേഷം 2022 ഒക്കെ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പോവുകയാണ് നമ്മൾ കണ്ടത്. സോ അവിടുന്ന് ഒരു ശാപമോക്ഷം ഇത്തവണ കിട്ടുമെന്ന് വിചാരിക്കുന്ന കാര്യം, മൂന്നാമത്തെ റാങ്ക്ഡ് ടീമിന് വരെ മുമ്പോട്ട് കയറാൻ പോകുന്ന സ്ഥലത്ത് എന്തോന്ന് ഫോർത്തൊന്നും ഫിനിഷ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ലാസ്റ്റ് ടൈംസിലൊക്കെ ഫിനിഷ് ചെയ്യുന്ന കാര്യം. ഇതിലത്തെ ഫോർത്ത് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുറസോ എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയുടെ അത്ര പോലും, മലപ്പുറം ജില്ലയുടെ 1/4 അങ്ങാണ്ട് ഇതിൽ പോപ്പുലേഷൻ ഉള്ളൂ. അങ്ങനെ ഒരു രാജ്യം ഇതിനകത്തുണ്ടെന്നുള്ളത്. സോ ദിസ് ഗ്രൂപ്പ് ഈസ് ഒരു വെറൈറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ജർമ്മനിയിൽ നിന്ന് പറയാം. ജർമ്മനിയിൽ ഒരുപാട് പ്ലേയേഴ്സ്, അതായത് ഒരുപാട് ടാലന്റ് പൂളായിട്ടുള്ള ഒരു ടീമാണ് ജർമ്മനിയിൽ. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ഈവൻ ജർമ്മനി അടിച്ചില്ലെങ്കിൽ പോലും നെക്സ്റ്റ് വേൾഡ് കപ്പിലേക്ക് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് വേൾഡ് കപ്പ് എക്സ്പീരിയൻസുമായിട്ട് പോകാൻ സാധ്യതയുള്ള ടീമാണ് ജർമ്മനി. അതിൽ ആദ്യം തന്നെ പറയേണ്ടത് അവരുടെ അറ്റാക്കിംഗ് നിരയാണ്. അറ്റാക്കിംഗ് നിരയിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഡിജീസ് ഓഫ് ദ ഗെയിംസ് എന്ന് പറയുന്ന പോലെ ജാമൽ മുസിയാല, ഫ്ലോറിയൻ വിഡ്സ്, അതുപോലെ തന്നെ കൈ ഹാവേർട്സ് ഒക്കെയാണ് അവരുടെ മുൻനിര ലീഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അവരുടെ റീസെന്റ് ഫ്രണ്ട്ലീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിൻലൻഡിലെ അവർ 4-0 കണ്ട് തോപ്പിക്കുന്നു, US-നെ 2-1 തോപ്പിക്കുന്നു. അല്ല ഡെനിസ് ഉണ്ടാവ് മറ്റേ ഫിൻലൻഡിന്റെ കളിയിൽ 2 ഗോൾ അടിക്കുന്നു. ഡെനിസ് ഉണ്ടാവ് എന്ന് പറയുന്നത് അവരുടെ മിക്കവാറും ഒരു ക്ലച്ച് പ്ലെയറായി മാറാൻ സാധ്യത ഉള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ വോൾട്ടമാഡ ഉണ്ട്. പിന്നെ അവർക്ക് ഫ്രണ്ട് ലൈൻ ഓപ്ഷൻസിൽ അധികം പ്രശ്നമൊന്നുമില്ലാത്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പഴയ പ്രതാപത്തിലുള്ള, ഇപ്പം ഷ്വൈൻസ്റ്റേഗർ ലെവൽസോ അല്ലെങ്കിൽ എന്താ പറയുക ടോണി ക്രൂസ് ലെവൽസോ ഉള്ള ഒരു പ്രോപ്പർ മെട്രോണോമായിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ അവർക്ക് ഇല്ലെങ്കിലും അവരുടെ ഇപ്പോഴത്തെ മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ്ലോവിച്ച് ഉണ്ട്, നമ്മുടെ ബയൺ കളിക്കുന്ന. അതുപോലെ തന്നെ ഫെലിക്സ് നെമേച്ച. ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് ഹി വിൽ ബി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നെയിംസ് ഇൻ ദ ടീം. ആഫ്റ്റർ ദിസ് വേൾഡ് കപ്പ് എല്ലാവരും ഫെലിക്സ് നെമേച്ചനെ ഓർത്തിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഐ ഫീൽ. അതുപോലെ തന്നെ സ്റ്റുട്ട്ഗാർട്ടിൽ ഇപ്പോൾ എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും മിക്ക ടീമുകളും നോക്കുന്ന ഏഞ്ചലോ സ്റ്റില്ലർ, ബ്രൈറ്റന്റെ പാസ്കൽ ഗ്രോസ്, അങ്ങനെ വലിയൊരു നിര തന്നെ ഉണ്ട്. പക്ഷേ ആസ് ഐ ടോൾഡ് ഇറ്റ്, ആ ജയന്റ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ദേ ആർ മിസ്സിംഗ്. പിന്നെ ലിയോൺ ഗൊരെറ്റ്സ്ക ടു ആഡ് ഓൺ ടു ദ എക്സ്പീരിയൻസ്. അവിടുന്ന് ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ ഡിഫൻസിൽ ഓഫ് കോഴ്സ് ആന്റോണിയോ റൂഡിഗർ, അതുപോലെ തന്നെ ജോണതൻ താ, പിന്നെ ന്യൂകാസിൽ കളിക്കുന്ന മാലിക് തിയാവ്, അതുപോലെ തന്നെ സ്ലോട്ടർ ബാക്ക്, പിന്നെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന മിക്കവാറും റൗമായിരിക്കും. റൈറ്റ് ബാക്ക് ഈസ് ഒബ്വിയസ്ലി ദ മാൻ കിമിച്ച് എന്ന് പറയുന്ന ഒരു ആളുടെ ബെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ജർമ്മനി ക്യാൻ ഗോ ടു ഈവൻ ഡീപ്പർ ത്രൂ ദ ടൂർണമെന്റ്. പക്ഷേ കറന്റ് പിന്നെ വേറെ ആൾ പറയേണ്ടതെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഇസ് അഗെയിൻ ബാക്ക് ഇൻ ദ സ്ക്വാഡ്. ഒരുപാട് ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വലിയൊരു മിസ്സിങ് ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് ലെനാർഡ് കാൾ എന്ന് പറയുന്ന ഒരു ടീനേജർ, ഭയങ്കര അടിപൊളി പ്ലെയറാണ്. ഹി വിൽ ബി എ ബിഗ് മിസ്. എസ്പെഷ്യലി അവർ ഗ്നാബ്രി ഇല്ലാതെയാണ് വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തത്. അതിനകത്ത് ലെനാർഡ് കാൾ ഉണ്ടായിരുന്നു. ബട്ട് കാൾ ഈസ് ഡെഫിനറ്റ്ലി എ ബിഗ് മിസ് ബിക്കോസ് ഗ്നാബ്രി ഇല്ലാത്ത സാഹചര്യത്തിൽ കാൾ ഈസ് ഡെഫിനറ്റ്ലി എ ബിഗ് മിസ്. അതൊരു വലിയൊരു വേർഡ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ലെനാർഡ് കാൾ വിൽ ബി 100% ഫോർ മീ ദ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിൽ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു പ്ലെയർ തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ ട്രെയിനിങ്ങിനിടയിൽ ഇഞ്ചേർഡ് ആയി. So that's it. Manuel Neuer is back, but I think that ജർമ്മനിക്ക് കപ്പടിക്കാനുള്ള ടീമില്ലെങ്കിലും കഴിഞ്ഞ 2 വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് അവർക്ക് ടീമില്ലായ്കയൊന്നും ഇല്ലായിരുന്നു. 2018 വേൾഡ് കപ്പിൽ നോട്ട് എ മോശം ടീം. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ദേ ക്യാൻ ഗോ ടിൽ, ബട്ട് ക്വാർട്ടർ സെമീസിന് അപ്പുറത്തോട്ട് ഞാൻ പേഴ്സണലി ജർമ്മനി കാണുന്നില്ല. അപ്പം ജർമ്മൻ ഫാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ വിപുലീകരിച്ച് ഇതിൻ്റെ ഒരു ഇത് ചെയ്തത്. ജൂലിയൻ നാഗൽസ്മാൻ വന്നതിന് ശേഷം അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയിങ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ടഡ് ലൂസിങ് അഗെയിൻസ്റ്റ് സ്ലോവാക്യ. പക്ഷേ അതിനുശേഷം ഇവർ എല്ലാ കളിയും ജയിച്ച്, എന്നിട്ട് ഫൈനൽ മാച്ച് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സ്ലോവാക്യ വേഴ്സസ് ജർമ്മനി ആയിരുന്നു. അതിൽ ജർമ്മനി കൺവിൻസിങ്, അതും അതിനിടയിൽ സ്ലോവാക്യ ഏതൊരു കളി വേറെ ടീമിൻ്റെ കൂടെ പോയി തോറ്റുകൊണ്ട് ജർമ്മനി ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ, ഡ്രോ പോലും ആയിട്ട് കാര്യമില്ല, ജയിച്ചു കഴിഞ്ഞാൽ ജർമ്മനിക്ക് ത്രൂ ഔട്ട് പോകാം, അല്ലെങ്കിൽ ജർമ്മനിക്ക് പ്ലേ ഓഫ്സ് കളിക്കേണ്ടി വന്നേനെ. പക്ഷേ ഫൈനൽ മാച്ച് ആയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ മാച്ചിൽ ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ്. പക്ഷേ ഫൈനൽ മാച്ച് ആയപ്പോഴത്തേക്കും അട്ടിമറിയൊന്നും സംഭവിച്ചില്ല. അവരെ 4, 5, 6 ഗോളിനൊക്കെ അവർ 6-0, 5-0 അങ്ങ് തോപ്പിച്ചു വിട്ടു ജർമ്മനി. അങ്ങനെയാണ് ജർമ്മനി ഇതിനകത്തോട്ട് കയറുന്നത്. സോ ജൂലിയൻ നാഗൽസ്മാൻ എന്ന് പറയുന്നത് 100% ഒരു ബിഗ് ഫിഗർ തന്നെയാണ്. പക്ഷേ
പുള്ളിയുടെ ഡിഫെൻസീവ് ഷേപ്സിനെയൊക്കെ എപ്പോഴും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. സോ ടീം ക്ലിക്കാവില്ല നമുക്ക് കണ്ടു തന്നെ അറിയാം. അവിടെ നമ്മൾ പോകുന്നത് ഈ ഗ്രൂപ്പിലെ അടുത്ത ടീമായ ഇക്വഡോറിലേക്കാണ്. ഇക്വഡോറിന്റെ മാനേജർ സെബാസ്റ്റ്യൻ ബെക്കാസാസ് എന്താണ് ഇത്തവണ ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസാണ്. നിങ്ങൾ നോക്കിയോ, ഏറ്റവും ഭയങ്കര ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ടീമായിട്ടാണ് ഇക്വഡോർ വന്നിരിക്കുന്നത്. ഇക്വഡോർ എനിക്ക് തോന്നുന്നു ഈ ക്വാളിഫയിങ് ക്യാമ്പയിനിങ്ങിൽ ഈ സൗത്ത് അമേരിക്കൻ ടീംസിൻ്റെ ഇടയിൽ ദേ ഹാവ് ഓൺലി കൺസിഡർഡ് 5 goals. 5 ഗോളുകൾ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വിത്ത് ആൻ വിച്ച് ഈസ് ആബ്സല്യൂട്ട് ഗ്രേറ്റ് റെക്കോർഡ് ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ അടിക്കുന്നുമില്ല, ഗോൾ വഴങ്ങത്തുമില്ല. അതാണ് അവരുടെ പ്രശ്നം. ഗോൾ അടിക്കുന്നതിൽ അവർ ഭയങ്കര പിശുക്കാണ്. അതുകൊണ്ട് തന്നെ മിക്ക റീസെന്റ് റിസൾട്ട്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഒരു 0-0 അല്ലെങ്കിൽ 1-1 ഒക്കെ മാക്സിമം അങ്ങനെയൊക്കെ 1-1 അങ്ങനെ ഡ്രോ ആണ്. ഭയങ്കര രീതിയിൽ ഡ്രോ ഒക്കെ ആക്കാൻ കഴിവുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇതേപോലത്തെ ടൂർണമെന്റ്സിൽ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ 0-0 1-1 വെച്ചിട്ട് വേണമെങ്കിൽ ബിഗ് ടീംസിനെ പെനാൽറ്റീസിലോട്ടൊക്കെ പുഷ് ചെയ്ത് വേണമെങ്കിൽ അപ്സെറ്റ്സ് ഉണ്ടാക്കാം. അപ്പം ഇക്വഡോർ ഈസ് ഡെഫിനറ്റ്ലി എ ഡാർക്ക് ഹോഴ്സ്. ഇക്വഡോറിന്റെ ടീം പറഞ്ഞു കഴിഞ്ഞാൽ മോയിസസ് കൈസേഡോ, അതുപോലെ തന്നെ വെറ്ററനായ എണ്ണർ വാലൻസി എപ്പോഴും കളിക്കുന്നുണ്ട്, 36 വയസ്സായ പുള്ളിക്ക്. പിന്നെ ഡിഫൻസ് നല്ലതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ക്വാളിറ്റി ഉണ്ട്. വില്യം പാച്ചോ PSG UCL അടിച്ചു. അതുപോലെ തന്നെ UCL അപ്പുറത്തെ ടീമിൽ കളിച്ച ആഴ്സണലിലെ ഹിൻകാപ്പിയ ഉണ്ട്, എസ്തുപ്പിനിയൻ ഉണ്ട്, വൺസ് ബ്രൈറ്റണിൽ കളിച്ചിരുന്ന ഗ്രേറ്റ് ഫുൾ ബാക്കാണ് പുള്ളി. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇത്തവണത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ US നടക്കുന്ന ഭയങ്കര ഹോട്ടാണ് ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നത് ആഫ്രിക്കൻ ആൻഡ് സൗത്ത് അമേരിക്കൻ ടീംസിന് ആസ് വെൽ ആസ് ഏഷ്യൻ ടീംസ് ഫോർ ഇൻ ദിസ് കൈൻഡ് ഓഫ് യൂസ് ടു ദീസ് കൈൻഡ് ഓഫ് ഹോട്ട് വെതർ കണ്ടീഷൻസ് അവർക്കൊക്കെ ഒരു ക്ലൈമാറ്റിക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, റാദർ ദാൻ ദ യൂറോപ്യൻ നേഷൻസ്. എന്ന് എനിക്ക് ക്ലൈമാറ്റിക്കലി ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 18 ഗെയിം അൺബീറ്റൺ ആയിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത് കറന്റ്. സോ they are ones to watch. എന്തൊക്കെ പറഞ്ഞാലും I will suggest them as one of the dark horses indeed. വലിയ വലിയ റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു കിട്ടുന്നതായിരിക്കും ഏറ്റവും വലിയ പാട്. ബിക്കോസ് ഒബ്വിയസ്ലി ജയിക്കേണ്ട കളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കളികളൊക്കെ ഇവർ ഡ്രോയെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 point might not be enough. They should definitely have 4 points. I think they will go through the next round. ഇവിടെ നമ്മൾ പോകുന്ന അടുത്ത കറുത്ത കുതിരകളിലേക്കാണ്. അതാണ് ഞാൻ പറയും, ഈ ഗ്രൂപ്പ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഐവറി കോസ്റ്റ് ആണ് അടുത്ത കറുത്ത കുതിര. അവർ 2014 ശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. അപ്പം 2014 ടീമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഡിഡിയർ ഡ്രോഗ്ബ, യായ ടൂറെ, അങ്ങനത്തെ വലിയ വലിയ ബിഗ് ലെജൻഡറി നെയിംസ് ഉള്ള ടീമായിരുന്നു. ഇത്തവണ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഫുൾ ഓഫ് ഫോഴ്സ് പവർ പൈമാരാണ്. യാൻ ഡിയമൻഡെ എന്ന് പറഞ്ഞ ഇപ്പം മിക്ക ടീംസ് നോക്കുന്ന ലെപ്സിക്കിന്റെ പ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡിൽ കളിക്കുന്ന അമാദ് ദിയാലോ, നിക്കോളാസ് പെപ്പെ, ഇങ്ങനെ ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ടീമാണ്. 2024 ആഫ്കോൺ ചാമ്പ്യൻസ് ആയിരിക്കും അവർ. പിന്നെ അവരുടെ ക്യാപ്റ്റൻ ഒബ്വിയസ്ലി ഇറ്റ്സ് ഫ്രാങ്ക് കെസ്സി, പുള്ളി ഇപ്പം സൗദി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേറെ പ്ലെയേഴ്സും അവരുടെ ടീമിലുണ്ട്. സംഗാരെ, അവരുടെ മിഡ്ഫീൽഡ് ആക്ച്വലി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫിസിക്കലി ഡോമിനന്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ്. സംഗാരെ ഇപ്പോൾ നോട്ടിങ്ങാമിൽ കളിക്കുന്ന സംഗാരെ ആയാലും പിന്നെ സെക്കോ ഫൊഫാന. അപ്പോൾ ഇതൊക്കെ മെയിൻ പ്ലെയേഴ്സിലൊന്നാണ്. അതായത് അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഫൊഫാന ഫ്രം പോർട്ടോ ഐസ്. അവരുടെ മിഡ്ഫീൽഡ് ഭയങ്കര രീതിയിൽ എന്താ പറയുക, ഒരു ഫിസിക്കലായിട്ടുള്ള മിഡ്ഫീൽഡാണ്. പിന്നെ ഡിഫൻഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ എൻഡിക്കയും സിംഗോയും ഉണ്ട്. അപ്പം ഇതാണ് അവരുടെ ആഫ്കോൺ അടിച്ചു എന്നുള്ളത് അവരുടെ വലിയൊരു കുറേ കാലത്തിന് ശേഷം ഒരു മേജർ ട്രോഫി അടിക്കുന്നതിൽ ഒരു വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട്. പിന്നെ സിമൺ അഡിങ്കര എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. പുള്ളി ഇത്തവണത്തെ ആഫ്കോണിൽ പുള്ളിയെ വിളിച്ചിട്ടല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഐ തിങ്ക് ഹീസ് ഇൻ ദ സ്ക്വാഡ് ഓഫ് വേൾഡ് കപ്പ് ബിക്കോസ് ലാസ്റ്റ് ആഫ്കോണിൽ അടിപൊളി കളിയായിരുന്നു പുള്ളി. 2024 ആഫ്കോണിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ആയിരുന്നു അഡിങ്കര. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഐവറി കോസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഐവറി കോസ്റ്റ് റീസെന്റ് ഹെഡ്ലൈൻസ് ഉണ്ടാക്കിയത് വാമ മാച്ചിൽ ഒബ്വിയസ്ലി ഫ്രാൻസിനെ തോപ്പിച്ചിട്ടാണ്. ഫ്രാൻസിനെ 2-1 തോപ്പിച്ച് ഒരു ഭയങ്കര മെന്റൽ ബൂസ്റ്റ് നിൽക്കുകയാണ് ഐവറി കോസ്റ്റ്. അതിൽ ഗോൾ അടിച്ചത് ദിസേറെ ദുവയുടെ അനിയൻ ആണ്. പുള്ളി ഗോൾ അടിച്ചിട്ട് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനെ കണ്ടോ കോർണർ ഫ്ലാഗിൽ നോക്കിയിട്ട് സാധനമൊക്കെ ചവിട്ടി പൊളിച്ചപ്പോഴത്തേക്ക് നേരെ ദിസേറെ ദുവനെ കാണിച്ചൊക്കെ ഒരു മീമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ആൻഡ് അമാദിയാലായിരുന്നു രണ്ടാമത്തെ ഗോൾ അടിച്ചത്, അപ്പുറത്ത് ചെറുക്കിയാണ് ഗോൾ അടിച്ചത്. ബട്ട് സ്റ്റിൽ അതൊരു വലിയ മെന്റൽ ബൂസ്റ്റ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. സോ ദേ ആർ ഓൾ അൺപ്രഡിക്റ്റബിൾ. ചിലപ്പോൾ ഇത്രയും തള്ളിയിട്ട് അവരൊന്നും ചെയ്യാതെ പോവാം. സോ അതാണ് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ പെർഫോം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ടീംസൊക്കെ പെർഫോം ചെയ്യുകയും ചെയ്യും. കിടിലൻ ടീം എന്ന് വിചാരിക്കുന്നവരൊക്കെ ആദ്യത്തെ റൗണ്ടിൽ പോകുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ഫുട്ബോൾ ആൻഡ് വേൾഡ് കപ്പ്. ഫ്രം ഹിയർ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഞാൻ ആരുടെയും കളിയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ടീമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് ക്യുറസോ എന്ന് പറയുന്നത് ഒരു നെതർലാൻഡ്സ്, അതായത് ഡച്ച് ടെറിട്ടറിയിൽ ഉൾപ്പെടുന്നതാണ്. അതായത്
എന്താ പറയുക, ഡച്ചുകാരുടെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ എനിക്കതിൽ കൺഫ്യൂഷനാണ്. പക്ഷേ അവർ ഇപ്പോഴും ഡച്ച് അധീനതയിലുള്ള ഡച്ച് സ്പീക്കിംഗ് ആയിട്ടുള്ളൊരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ്. അവർ ഇത്തവണ വന്നത് സർപ്രൈസിംഗ്ലി അവർ ഒരു കളിയും തോക്കാതെയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫയേഴ്സിൽ കോൺകാക്കാഫിൻ്റെ ക്വാളിഫയേഴ്സിൽ സർപ്രൈസിംഗ്ലി അവർ ഒരു കളിയും തോക്കാതെയാണ് വന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്ക് സ്വിച്ച് ഓൺ അല്ലായിരുന്നു. ഇത്രയും സമയം സംസാരിച്ചത് സോറി. എന്തായാലും നമ്മുടെ കുർസോവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മലപ്പുറത്തിൻ്റെ 4/1 പോപ്പുലേഷൻ മാത്രമുള്ള ഒരു രാജ്യമാണ്. അവരിവിടെ കൂടുതലും എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് അവരുടെ ഒരു കൺട്രി ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനൊക്കെ നാണക്കേടാണ്. ഒരുപാട് കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് നെതർലാൻഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല അധീനത എന്ന് വെച്ചാൽ കിങ്ഡം ഓഫ് നെതർലാൻഡ്സിൻ്റെ പാട്ടാണെന്നൊക്കെയാണ് കാണുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ലൈക്ക് അവരുടെ ടീമിൽ ഒരുപാട് ഡച്ച് ബേസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ഡച്ച് ടീമിൽ നിന്ന് അല്ലെങ്കിൽ ഡച്ച് ടീമിൽ കയറാൻ സാധ്യതയില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവർ ഡച്ച് സ്പീക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഡച്ച് ബേസ്ഡ് ഒരുപാട് പ്ലേയേഴ്സ് കുറസ്വായിക്കുണ്ട്. അതിൽ മെയിൻലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കൂണ ബ്രദേഴ്സ്, അതിലൊരു ബക്കൂണയാണ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഇവരുടെ കോച്ചിനെ പറ്റി പറയണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഏതോ ടീമിൻ്റെ ഞാൻ മറന്നുപോയി, ഓൾഡസ്റ്റ് കോച്ച് എന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അല്ല, എനിക്കൊന്ന് പുള്ളിയാണ് ഡിക്ക് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കോച്ചാണ്. 78 വയസ്സുള്ള കോച്ചാണ് ഇവരുടെ മാനേജർ. അപ്പം പുള്ളി ഫീച്ചർ ചെയ്യുന്നത് കൊണ്ട് അതായത് പുള്ളിയാണ് എന്നൊന്ന് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് കോച്ച്. അപ്പോൾ അവിടുന്ന് ബക്കൂണ ബ്രദേഴ്സ് മാത്രമല്ല, തഹിത് ചോങ്, നിങ്ങൾ മാൻ യുണൈറ്റഡ് ഫാനൊക്കെ ആണെങ്കിൽ പുള്ളി അറിയായിരിക്കും. ഒരു മുടിയൊക്കെ വളർത്തിയിട്ടുള്ളൊരു തഹിത് ചോങ് നമ്മുടെ അക്കാഡമിയാണെന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളിയുടെ അത് ഇവിടുന്ന് വേർഡർ ബ്രമണിലൊക്കെ പോയി. അപ്പോൾ പുള്ളി ഇൻട്രസ്റ്റിംഗ്ലി കളിക്കുന്നത് കുറസ്വോയിലാണ്. അതുപോലെ തന്നെ ലൊക്കാഡിയ, എത്ര പേർക്ക് അറിയുന്നറിയില്ല, ബ്രൈറ്റണിലുണ്ടായിരുന്ന സ്ട്രൈക്കറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവരുടെ ഗോളിയെ പറ്റി നല്ല അഭിപ്രായമാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എലോയ് റൂം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗോളി നല്ല അഭിപ്രായമാണ്. അവരുടെ റീസെൻറ്റ് ഒരു ഫ്രണ്ട്ലി അവർ കളിച്ചിരുന്നു, ഫ്രണ്ട്ലിയിലെ മാച്ച് കളിച്ചിരുന്നു സ്കോട്ട്ലൻഡിൻ്റെ കൂടെ, 4-1 തോറ്റു. സോ ഐ തിങ്ക് ദേ വിൽ ബി ഗോയിങ് ബാക്ക് വിത്ത് 0 points. ബട്ട് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ദ കൺട്രി ഓഫ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഇവിടെ വന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് അവരുടെ വലിയൊരു വിജയമെന്ന് എനിക്ക് തോന്നുന്നു. സോ അതാണ് ഗ്രൂപ്പ് ഇനെ പറ്റി പറയാനുള്ളത്. ഇതിൽ 3 ടീമുകൾ ഭയങ്കര രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയും. ആൻഡ് ഐ ഹോപ്പ് ഈ 3 ടീമുകളും അടുത്ത റൗണ്ടുകളിലോട്ട് പോകും. ബിക്കോസ് നമുക്ക് കോമ്പറ്റീഷൻ ബെറ്റർ ആവുകയാണ് ചെയ്യേണ്ടത്. ഈ 3 ടീമുകളും ദേ ഡിസേർവ് ടു ഗോ ത്രൂ ദ റൗണ്ട് ഓഫ് 32. സോ ലെറ്റ്സ് സീ എന്താ നടക്കുന്നത്. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ എഴുതും. മറ്റൊരു വീഡിയോ കാണുന്നവരെ